അമേരിക്കയിൽ ദീപാവലിയായിട്ട് ബന്ധപ്പെട്ട് ആശംസകൾ നേർന്ന പ്രസിഡന്റ് ട്രംപ്, അതേപോലെ തന്നെ മാർക്ക് റൂബിയോ, വിവേക് രാമസ്വാമി, അതേപോലെ തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള കാഷ് പട്ടേൽ, അവരുടെയൊക്കെ താഴെ വന്ന് ഉണ്ടായ പ്രതിഷേധത്തെ പറ്റി അതിഭയങ്കരമായ രീതിയിൽ ഇന്ത്യയും ഇന്ത്യൻ ദീപാവലിയും ഒക്കെ വളരെ മോശമായിട്ട് വലിച്ചങ്ങ് കയറി സോഷ്യൽ മീഡിയയിൽ. മനസ്സിലാക്കുക, ലോകത്തിലെ ഏറ്റവും കൂടുതൽ എക്സ്, അതായത് പഴയ ട്വിറ്റർ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷിലാണ്, അമേരിക്കൻസ് ആണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ കണ്ടതാണ് എത്രമാത്രം പ്രശ്നമാണ് അവിടെ ഉണ്ടായതെന്ന്. അതൊക്കെ ബേസിക്കലി അമേരിക്കൻ റിപ്പബ്ലിക്കൻസിനെ, അവിടുത്തെ പൊളിറ്റീഷ്യൻസിനെ പോലും മാറ്റി ചിന്തിപ്പിക്കും. ഇനി അടുത്ത സംഭവം ഉണ്ടായി കാനഡയിൽ, നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. ദീപാവലിയുമായി ബന്ധപ്പെട്ട് ഒണ്ടാരിയോയിൽ അവിടെ നെയ്ബർഹുഡിൽ ദീപാവലി ആഘോഷിച്ച് 2 വീടുകളാണ് കത്തിപ്പോയത്. അതിലൊരു ഇന്ത്യൻ സ്ത്രീയുടെയാണ്. അവർ തന്നെ പറഞ്ഞു ഇതിൽ ഒരു കനേഡിയൻ കൾച്ചറേ അല്ല, ഇതെന്താണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അവിടുത്തെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ വെസ്റ്റേണേഴ്സ് ഏറ്റവും കൂടുതൽ വീട്ടിൽ പെറ്റിനെയും നായിനെയും ഈ പൂച്ചയൊക്കെ വളർത്തുന്നവരാണ്. അത് കിടന്ന് ഓടുന്നു, ബഹളം ഉണ്ടാക്കുന്നു. ഒരു സിറ്റിയുടെ, നിങ്ങൾ കാണുക സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതാണ്, ഒരു സിറ്റിക്കകത്ത് ആ ഒരു മാർക്കറ്റ് ഏരിയ മുഴുവനും ഒരു ഹുളിഗാൻ ആ രീതിയിൽ കത്തിച്ച് നാശമാക്കിയിട്ടേക്കുന്നു.